സർ 2018 മാർച്ച് 29 ഈവയുടെ വിവാഹം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അഡ്രസ്സും വെരിഫൈ ചെയ്തു, മാച്ചാണ്. ഹസ്ബൻഡിന്റെ ഡീറ്റെയിൽസ്? പേരും ഡീറ്റെയിൽസും അതിലുണ്ട് സർ. ആ ഹരിത പറ. താനെന്നല്ലേ ചോദിച്ചില്ലേ? ഈവ മരിയ എന്നല്ലേ ആ കുട്ടിയുടെ പേര്? അതെ, അറിയാവോ? അറിയാം. She was a client of mine. തൻ്റെ പോലെ ഒരു ഡിവോഴ്സ് കേസാ. 2019 ഡിവോഴ്സ് കിട്ടി. വേറെ എന്തെങ്കിലും ഡീറ്റെയിൽസ് ഉണ്ടോ? അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അല്ല, ഇതെന്ത് പറ്റി പഴയ കേസൊക്കെ കുത്തിപ്പൊക്കുന്നത്? വല്ല കോളും കിട്ടോ? അത് ഞാൻ നേരിട്ട് പറയാം. ആ, ഓക്കെ. പിന്നെ ആ കുട്ടിയുടെ എക്സ് ഹസ്ബൻഡ് അന്ന് ഏതോ TV ചാനലിലായിരുന്നു എന്നാ എന്റെ ഓർമ്മ. തന്റെ ചാനലാണോ എന്ന് ഡൗട്ട് ഉണ്ട്. എന്റെ ചാനലിലോ? പേരെന്തായിരുന്നു? പേര് ദർശൻ ദേവ്. ദർശൻ ദേവ്. Yes, Jyoti. സർ, ഒരു വിസിറ്റർ ഉണ്ട്. Jyoti, I'm in middle of a meeting right now. സർ, അസിസ്റ്റന്റ് കമ്മീഷണർ സത്യജിത്ത് സാറാണ്. Assistant Commissioner? യെസ് സർ. Yeah, please send him in. ഓക്കെ സർ. പ്ലീസ് സർ. Please come. ബാക്കിയുള്ളവരുടെയും കൂടെ സിഗ്നേച്ചർ വേണം. ഓക്കെ സർ. ദർശൻ ദേവ്, സത്യജിത്ത്. പ്ലീസ് ഹാവ് എ സീറ്റ്. സാർ ഹാൻഡിൽ ചെയ്യുന്ന കേസുകളൊക്കെ നമ്മുടെ മീഡിയക്കാർക്കൊരു ഹോട്ട് കേക്കാണ്. ഞാൻ പലതവണ വിചാരിച്ചിട്ടുണ്ട് സാറിനെ വന്നൊന്ന് കാണണമെന്ന്. പക്ഷേ വർക്ക് ലോഡ് കാരണം യു നോ ഹൗ ഇറ്റ് ഈസ്. സോ ടെൽ മി, ഹൗ ക്യാൻ ഐ ഹെൽപ്പ്? എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത്? യു നീഡ് എനി ന്യൂസ് റിലേറ്റഡ് ഹെൽപ്പ്? No, this is regarding something personal. പേഴ്സണൽ? ഓക്കെ, ചോദിച്ചോളൂ. വോട്ട് യു വാണ്ട് ടു നോ? ഇവ മറിയെക്കുറിച്ച്. സി, ദാറ്റ്സ് എ ക്ലോസ് ചാപ്റ്റർ ഫോർ മീ. ഇവയെക്കുറിച്ച് എനിക്കിപ്പോൾ ഒന്നും അറിയത്തില്ല. ഇവയെക്കുറിച്ച് ഇപ്പോൾ അറിയാവുന്ന കാര്യങ്ങളല്ല എനിക്കും അറിയേണ്ടത്. ദർശൻ ദേവിന്റെ ഭാര്യയായിരുന്നപ്പോഴുള്ള ഇവ മറിയെക്കുറിച്ചാണ് എൻ്റെ ചോദ്യങ്ങൾ. I don't think I can help you right now because I have something urgent to finish off, and to be frank, I don't think this is a good place to talk about all these things. Right? I mean, you can understand me. പുറത്ത് എവിടെയെങ്കിലും വെച്ച് മീറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ you can name the place. I will come there. I mean, it's a request. ഓക്കെ, അതാണ് കംഫർട്ടബിൾ എങ്കിൽ അങ്ങനെ. Super. ദർശൻ എവിടെ താമസിക്കുന്നത്? ഞാനിവിടെ കളക്ടറേറ്റിൻ്റെ പുറകെ. ഹൗ അബൌട്ട് ദയർ? ഞാൻ വീട്ടിലേക്ക് വരാം. Yeah, sounds fine. I'll see you. തനിക്ക് കക്ഷിയെ കഴിഞ്ഞ 6 മാസമായിട്ടല്ലേ അറിയും നമ്മുടെ ഇപ്പോഴത്തെ സാക്ഷാൽ ദർശൻ ദേവ്. ഔട്ട്സോഴ്സ് ചെയ്തൊരു പരിപാടിയുടെ പ്രോഗ്രാം പ്രൊഡ്യൂസറായിട്ടാണ് പുള്ളിയുടെ ഇങ്ങോട്ടുള്ള എൻട്രി. വലിയ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ടൊന്നുമില്ല, പക്ഷേ പോണ്ടിച്ചേരിയിൽ PG കഴിഞ്ഞ് നല്ല ഐഡിയ സംഭവമൊക്കെ ആയിട്ട് ആളന്നേ ഒരു പുലിയായിരുന്നു. അവിടെ കോളേജിൽ ജൂനിയറായിട്ട് പഠിച്ചൊരു പെങ്കൊച്ചിനെ തന്നെ പ്രേമിച്ചങ്ങ് കെട്ടുകയും ചെയ്തു. ഇവിടെ വന്നപ്പോൾ നമ്മുടെ ഡയറക്ടർ ബോർഡ് മെമ്പർ പിള്ള സാറിന് പുള്ളിയുടെ ഈ ഐഡിയയൊക്കെ കയറി നല്ലോണം അങ്ങ് ബോധിച്ചു. പിള്ള സാറിൻ്റെ മോക്ക് അതിലും ബോധിച്ചു. പിന്നെന്തുവാ, ആദ്യത്തെ ഭാര്യയെ ഡിവോഴ്സ് ചെയ്ത് റോഷ്നി എസ് പിള്ളയും കെട്ടി ഇവിടെ ഇരിക്കാം. പുള്ളി പ്രോഗ്രാമിംഗ് ഹെഡൊക്കെ ആയിട്ട് സുഖിച്ച് ജീവിക്കും. ജനിക്കുന്നെങ്കിൽ അങ്ങനെയൊക്കെ ജനിക്കണം. അയാളുടെ തലയിൽ വരച്ച പേനയൊക്കെ ഇപ്പോൾ എവിടെയാണോ എന്തോ. ഈ പുള്ളിയുടെ എക്സ് വൈഫിന്റെ ഡീറ്റെയിൽസ് എന്തെങ്കിലും അറിയാവോ? എനിക്ക് നേരിട്ട് പരിചയമൊന്നുമില്ല. അന്ന് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കൂടെ ഇവിടെ അടുത്തൊരു BPL വർക്ക് ചെയ്യാറ്. അല്ലാതെ വേറെ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല. എന്തായാലും ഒരുപാട് ട്വിസ്റ്റിന് സ്കോപ്പുള്ളൊരു സ്റ്റോറിയുടെ റിസർച്ച് പോലെ നമുക്കിതിൻ്റെ ഡീറ്റെയിൽസ് എടുക്കണം. ഓക്കെ. അതൊരു ഇമ്മച്യൂറായിട്ടുള്ള റിലേഷൻഷിപ്പായിരുന്നു. കോളേജിൽ എൻ്റെ ജൂനിയറായിരുന്നു ഈവ. ആ സമയത്തുണ്ടായിരുന്ന ഒരു ഇൻഫാക്ച്വേഷൻ്റെ പുറത്താണ് നമ്മൾ കല്യാണം കഴിച്ചത്. പക്ഷെ അതുകൊണ്ട് മാത്രം ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ലെന്ന് വളരെ വൈകിയാണ് നമ്മൾ മനസ്സിലാക്കിയത്. എനിക്കാണെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ച് സ്വന്തം കരിയറും സ്വന്തം ലൈഫും സ്പോയിൽ ചെയ്യാൻ അത്ര താല്പര്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇരുന്നപ്പോൾ ഇവിടെ സൈഡിൽ നിന്നാണ് ഫസ്റ്റ് നീക്കുണ്ടായത്. ഷീ ഫൈൽ ഫോർ എ ഡിവോഴ്സ്.
ദർശനും ഇവയും മാരീഡ് ആയിരുന്നപ്പോൾ നിങ്ങൾ തമ്മിൽ നോ, എനിക്ക് റോഷ്നിയെ നേരത്തെ പരിചയമുണ്ടായിരുന്നു. വി വർ റിയലി ഗുഡ് ഫ്രണ്ട്സ്. ഈവയുമായിട്ട് വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായിരുന്നോ? പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ പണ്ടൊരു പ്രൊഡക്ഷൻ ഹൗസ് തുടങ്ങാൻ വേണ്ടി ഞാൻ ഇവിടെ കുറച്ച് ക്യാഷ് റോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇവിടെ കുറച്ച് ഗോൾഡും പ്രോപ്പർട്ടീസും ഒക്കെ പ്ലെഡ് ചെയ്തിട്ടാണ് ഞാൻ ഫണ്ട് റേസ് ചെയ്തത്. പക്ഷേ സെപ്പറേഷൻ കഴിഞ്ഞപ്പോഴത്തേക്കും അതെല്ലാം പെട്ടെന്ന് തിരിച്ചു വേണമെന്ന് പറഞ്ഞൊരു ഇഷ്യൂ ഉണ്ടാക്കി. എൻ്റെ ആണെങ്കിൽ ബിസിനസ്സൊക്കെ ആകെ പൊളിഞ്ഞിരിക്കുന്ന സമയം. ആ സമയത്ത് എൻ്റെ അടുത്ത് അത്ര ക്യാഷൊന്നും ഉണ്ടായിരുന്നില്ല. ഈ ക്യാഷ് എന്ന് പറയുമ്പോൾ ഹൗ മച്ച് വാസ് ഇറ്റ്? ഇറ്റ് വാസ് അറൗണ്ട് 2.5 crores. 2.5 crores. എന്നാൽ റോഷ്നിയുടെ ഫാദർ, ഐ മീൻ മൈ കറണ്ട് ഫാദർ ഉണ്ടോ, പുള്ളിയാണ് അതെല്ലാം സെറ്റിൽ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തത്. ഡിവോഴ്സിന് ശേഷം പിന്നീട് ഇവാമറിയെക്കുറിച്ച് അന്വേഷിച്ചിട്ടേ ഇല്ല. കറക്റ്റ്. റീസെൻ്റ്ലി നമ്മുടെ ഏതോ ഒരു മ്യൂച്വൽ ഫണ്ട് പറയുന്നുണ്ടായിരുന്നു പുള്ളിക്കാരി ഏതോ സ്പിരിച്വൽ ട്രാക്കിലേക്ക് മാറിയെന്നോ. അടന്നോ, ഞാൻ അധികം ഒന്നും ചോദിക്കാൻ പോയില്ല. ദർശനും ഇവയും മാരീഡ് ആയിരുന്ന സമയത്ത് നിങ്ങൾ എവിടെ താമസിച്ചിരുന്നത്? ഇവിടെ ഈ ജനറൽ ഹോസ്പിറ്റലിൻ്റെ പുറകെ ഒരു കബനി ഹൗസ് എന്ന് പറഞ്ഞൊരു വീടുണ്ട്, അതിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൽ. റൈറ്റ്. താങ്ക്സ് ഫോർ യുവർ ടൈം മിസ്റ്റർ ദർശൻ. താങ്ക് യു. അല്ല സാറ്, ഈ ക്വസ്റ്റനിങ് ഒക്കെ എന്തിനായിരുന്നു ഒന്നും പറഞ്ഞില്ല. പേടിക്കണ്ട, ഇതൊരു കംപ്ലൈൻറ്റ് അടിസ്ഥാനത്തിലുള്ള അന്വേഷണമൊന്നുമല്ല. അങ്ങനൊരു കംപ്ലൈൻറ്റ് ഇനി ഇവയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാനും പോകുന്നില്ല. ഷീസ് ഡെഡ്. ഹായ് സത്യ, ഐ മാധവൻ പത്മനാഭൻ ഹിയർ. മോർണിംഗ് സർ. ഞാൻ കഴിഞ്ഞ ദിവസം സാറിനെ ഒന്ന് ഫോണിൽ വിളിക്കാൻ ശ്രമിച്ചിരുന്നു, കിട്ടിയില്ല. ഒരു താങ്ക്സ് പറയാൻ. ഐ വാസ് ബിസി ദെൻ. ഒരു പുതിയ കേസാ. ഓ, എനിവേ താങ്ക് യു. സാറ് തന്ന ലീഡിൽ നിന്നാണ് ഞങ്ങൾക്ക് വിക്ടിമിൻ്റെ ഐഡൻറ്റിറ്റിയിലേക്ക് എത്താൻ സാധിച്ചത്. ഐ എം ഹാപ്പി ടു ഹിയർ ദാറ്റ്. ഇപ്പം വിളിച്ചതും ഒരു ലീഡ് തരാനാണ്. നിങ്ങളുടെ കേസിൽ ചിലപ്പോൾ അത് യൂസ്ഫുൾ ആയിരിക്കും. പറയൂ സർ. ഇന്നുള്ള ഒരു കേസിൽ റെഫറൻസ് എടുക്കുമ്പോഴാണ് ഞാൻ അത് നോട്ടീസ് ചെയ്തത്. കുറച്ച് നാൾ മുമ്പത്തെ ന്യൂസാണ്. കന്യാകുമാരി ഡിസ്ട്രിക്റ്റിൽ തക്ലേക്ക് അടുത്തുനിന്ന് 2019 ഒക്ടോബറിൽ ഒരു ഗാർബേജ് ബാഗ് കിട്ടിയത്. വെരി വെരി സിമിലർ ടു യുവർ കേസ്. പക്ഷെ അതിനുള്ളിൽ സ്കല്ലല്ല, ഒരു പെൺകുട്ടിയുടെ കട്ട് ചെയ്ത കൈയായിരുന്നു. സർ, ഇത് ഒരു വൈറ്റൽ ലീഡാണ്. തക്കലയിലേക്ക് ഇവിടുന്ന് അധികം ദൂരമില്ല. ഇറ്റ്സ് ഹാർഡ്ലി അബൌട്ട് 60 kilometers. യാ, ഐ എം വെരി മച്ച് അവെയർ ഓഫ് ദാറ്റ്. ദാറ്റ്സ് ദ റീസൺ ഐ കോൾഡ്. സാമ്പിൾസും റിപ്പോർട്ട്സും തമിഴ്നാട് FSL ഉണ്ടാവും. സോ കോർട്ട് വഴി ഒഫീഷ്യലായിട്ട് തന്നെ പ്രൊസീഡ് ചെയ്യണം. ദേ വിൽ ഹാൻഡ് ഓവർ ടു യു. ഷുവർ സർ. താങ്ക് യു വൺസ് അഗൈൻ. ഓക്കെ സത്യ. ശരി.